ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുജ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അടീനിയത്തിൻ്റെ കൊമ്പുകൾ നട്ടാൽ കിളിർക്കുമോ? അതിൽ പൂക്കൾ ഉണ്ടാകുമോ? തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് ഇന്ന് അടീനിയം പ്രേമികളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. തൻ്റെ നൂറുകണക്കിന് വർണ്ണങ്ങളിലുള്ള പൂക്കളുടെ ഭംഗി കൊണ്ട് ഒട്ടേറെ ആരാധകരെയാണ് അടീനിയം സൃഷ്ടിച്ചിരിക്കുന്നത്. അടീനിയത്തിൻ്റെ കൊമ്പ് നട്ടാലുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഇതിൻ്റെ അപ്ഡേഷൻ കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വിത്തുകൾ മുളപ്പിച്ചും കമ്പുകൾ നട്ടുമാണ് അടീനിയത്തിൻ്റെ ചെടികൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഞാൻ പ്രൂണിംഗ് നടത്തിയ അടീനിയത്തിൻ്റെ കൊമ്പുകളാണ്. ഇതിൽ കുറച്ച് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിനാൽ അവർക്ക് നൽകിയതിന് ശേഷമുള്ള കൊമ്പുകളാണ് ഞാൻ നടാനായി ഉപയോഗിക്കുന്നത്. കമ്പുകൾ നടുന്നത് അടീനിയം നടുന്നതിന് ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിശ്രിതം തന്നെയാണ് ആവശ്യമായി വരുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഉള്ള വീഡിയോ ഞാൻ മുൻപ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കാർഡ് രൂപത്തിലോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കുക. ശരിയായ രീതിയിൽ കമ്പുകൾ നട്ടാൽ അതിൽ യഥേഷ്ടം പൂക്കൾ ഉണ്ടാകും. അത്തരമൊരു ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമ്പുകൾ നട്ടാൽ ഇതേപോലെ കോഡറ്റ്സ് രൂപപ്പെടില്ല എന്നതാണ് ഒരു പ്രശ്നം. എന്നിരുന്നാലും പൂക്കൾ ഉണ്ടാകുന്നതിൽ ഒരു കുറവും സംഭവിക്കുകയും ഇല്ല. 60% പുഴമണൽ, 40% മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ് എന്നിവയാണ് ഞാൻ പോട്ടിംഗ് മിശ്രിതമായി ഉപയോഗിക്കുന്നത്. ചട്ടിയുടെ അടിയിൽ ഇടുന്നതിന് പൊട്ടിയ ചട്ടിയുടെ കഷ്ണങ്ങളോ ഓട്ടിൻ കഷ്ണങ്ങളോ വേണം. പോട്ടിംഗ് മിശ്രിതം ചട്ടിയിൽ നിറച്ച ശേഷം ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നീട് 2 ഇഞ്ച് ആഴത്തിൽ കുഴിയെടുക്കണം. അതിൽ വേണം ഈ കമ്പുകൾ ഇറക്കി വെച്ച് നല്ലവണ്ണം ഉറപ്പിക്കാൻ. അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ശക്തമായ വെയിലോ മഴയോ കൊള്ളാത്ത വിധത്തിൽ തണലിലേക്ക് മാറ്റി വയ്ക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾക്ക് ഇത് പുറത്തേക്ക് വയ്ക്കാം. നട്ട് 2-3 ദിവസം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഈ ചെടിക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കമ്പുകൾ നടുന്ന സമയത്ത് അതിൽ റൂട്ടിംഗ് ഹോർമോൺ പുരട്ടിയാൽ പെട്ടെന്ന് വേരുകൾ ഉണ്ടാകും. എന്നാൽ ഞാൻ അത് പുരട്ടാതെയാണ് നടുന്നത്. 3-4 ആഴ്ചകൾ കഴിയുന്നതോടെ ഇതിൽ ഇലകൾ വന്നു തുടങ്ങും. ഇനി നമ്മൾക്ക് ഈ കമ്പിൻ്റെ അപ്ഡേഷൻ ഒന്ന് നോക്കാം. അത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ കുറച്ച് വൈകിപ്പിച്ചത്. ഇത് കണ്ടില്ലേ? ഈ ചെടിയിൽ ഇലകൾ വന്നു തുടങ്ങി. വേറെ കമ്പുകളിലും ഇലകൾ നന്നായി വരുന്നുണ്ട്. ഇതോടെ കമ്പുകൾ നട്ടാലും അടീനിയം വരും എന്നതിന് തെളിവ് വേറെ എന്താണുള്ളത്? നമ്മൾ എങ്ങനെ പരിചരിക്കുന്നുവോ അതേപോലെയായിരിക്കും അടീനിയത്തിൻ്റെ വളർച്ചയും. ഇലകൾ വന്നതിന് ശേഷം കുറച്ച് വളം നൽകുന്നത് ഇതിൻ്റെ വളർച്ച വേഗത്തിലാക്കും. NPK എന്ന വളമാണ് ഇതിന് നൽകേണ്ടത്. 19-19-19. ഈ വളം നൽകുന്നതിലൂടെ ചെടികൾക്ക് നല്ല കരുത്ത് ലഭിക്കുകയും അവയുടെ വളർച്ച വേഗത്തിലാകുകയും ചെയ്യും. ആഴ്ചകൾ കൊണ്ടുതന്നെ കമ്പുകൾ നട്ട അടീനിയത്തിൽ മുട്ടുകൾ വന്നു തുടങ്ങി. ഈ ചെടി ഞങ്ങൾ കമ്പ് നട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ യഥേഷ്ടം പൂക്കളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കാണുന്നത് തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അടിഭാഗം
നോക്കൂ. ഇതിൽ കോഡറ്റ്സ് ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് പ്രശ്നം. എന്നിരുന്നാലും പൂക്കൾ യഥേഷ്ടം ഉള്ളതിനാൽ നമ്മൾക്ക് അത് വളരെയേറെ ഭംഗി ഉണ്ടാക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.